If you're new to Apple ecosystem, you need an Apple ID. Yes, ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക് ആയിക്കോട്ടെ, ആപ്പിൾ TV, iCloud എല്ലാ സർവീസും ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ID വേണം. അതേപോലെ ഐഫോണിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ആപ്പിൾ ഗാഡ്ജറ്റ്സും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എക്കോസിസ്റ്റം ഫുൾ ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ ആപ്പിൾ ID നെസസറിയാണ്. അത് എങ്ങനെ നിങ്ങൾ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ എന്തൊക്കെ സ്റ്റെപ്സാണ് ഈ ഒരു ആപ്പിൾ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ ഇതേപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ദിസ് ഇസ് എബിൻ സേവ്യ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഇവിടെയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അടങ്ങാൻ പോകുന്നത്. സോ ആപ്പിൾ ID എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഓരോ ഇനി മുതൽ വരാൻ പോകുന്ന ആപ്പിൾ പ്രൊഡക്ട്സിനും കൊടുക്കേണ്ട ഏറ്റവും പ്രൈമറി അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ആപ്പിൾ ID എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ആപ്പിൾ ID ഉണ്ടെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അല്ല, പുതിയൊരു ആപ്പിൾ ID ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോർഗറ്റ് ഓർ ഡോണ്ട് ഹാവ് ആൻ ആപ്പിൾ ID എന്നാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫോർഗറ്റ് പാസ്വേഡ് ഓർ ആപ്പിൾ ID എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്രിയേറ്റ് എ ഫ്രീ ആപ്പിൾ ID എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിംഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആപ്പിൾ ID ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ താഴത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആപ്പിൾ ID ഉണ്ടെങ്കിൽ മാത്രമാണ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക, അതേപോലെ ഐക്ലൗഡിൻ്റെ ഓപ്ഷൻസ് എടുക്കാൻ പറ്റുക, ആപ്പിൾ മ്യൂസിക് എടുക്കാൻ പറ്റുക, ഫേസ് ടൈം ചെയ്യാൻ പറ്റുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ ID വേണം. എക്സെപ്റ്റ് ഫോൺ വിളിക്കാനൊന്നും നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ ID വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ സെറ്റപ്പ് ലേറ്റർ കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞ വാട്സാപ്പോ ബാക്കി എന്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും ആപ്പിൾ ID ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യമാണ്. ഇവിടെ ക്രിയേറ്റ് ഫ്രീ ആപ്പിൾ ID എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ചധികം പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ അടുത്ത് ചോദിക്കും. ഫസ്റ്റ് നെയിം ഞാനിപ്പോൾ എബിൻ എന്ന് കൊടുത്തു, ലാസ്റ്റ് നെയിം ഞാനിപ്പോൾ സേവിയർ എന്ന് കൊടുത്തു. ആ ഒരു ബർത്ത് ഡേറ്റ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ സെപ്റ്റംബർ കൊടുത്തു, അതിനുശേഷം 2000 ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. 2000 ഞാൻ സെലക്ട് ചെയ്തു. ഡേറ്റ് എനിക്ക് മാറ്റാനുള്ളതുകൊണ്ട് ഞാൻ 11 കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഒരു ബർത്ത് ഡേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പറഞ്ഞ വൈഫൈൻ്റെ ആ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് എന്തായാലും ആദ്യമേ വേണം, എന്നാലാണ് പ്രൈമറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. ഇവിടെ ഫോൺ നമ്പർ ഓർ ഇമെയിൽ ID എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൈമറി നമ്പർ നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ഫോൺ നമ്പർ ആയിരിക്കണം ഇവിടെ നിങ്ങൾ ഫോൺ നമ്പറായിട്ട് കൊടുക്കേണ്ടത്. അല്ല, നിങ്ങൾ ഒരിക്കലും മാറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. ഞാൻ എൻ്റെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ടാപ്പ് ചെയ്യാണ്. evica@gmail.com എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഈ പറഞ്ഞ Gmail ID ഞാൻ ഒരിക്കലും കളയാനോ അതേപോലെ ഞാൻ ഈ പറഞ്ഞ ആപ്പിൾ IDക്ക് വേണ്ടി ഈ ഒരു Gmail മാറ്റാനോ പോകുന്നില്ല. എന്തിനാണ് ഈ ഒരു Gmail ID എന്ന് ചോദിക്കുന്നത്? എൻ്റെ എല്ലാ ഫണ്ടമെൻ്റലായുള്ള OTPസും അതേപോലുള്ള ഫോർഗറ്റ് പാസ്വേഡ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ലിങ്കും ഈ പറഞ്ഞ മെയിൽ അഡ്രസ്സിലേക്കാണ് വരാൻ പോകുന്നത്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ഈ പറഞ്ഞ ആപ്പിൾ IDയുടെ പാസ്വേഡും അതേപോലെ വെരിഫൈ പാസ്വേഡും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസ്വേഡിൽ അറ്റ്ലീസ്റ്റ് ഒരു 8 ക്യാരക്ടേഴ്സ് എങ്കിലും നിർബന്ധമായും വേണം. അതേപോലെ ഒരു നമ്പർ എന്തായാലും വേണം. പിന്നെ ഒരു അപ്പർ കേസ് ലെറ്ററും നമുക്കൊരു ലോവർ കേസ് ലെറ്ററും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ട്രയൽ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്യാപ്സ് ലോക്ക് ഇട്ട് ആദ്യം ഒരു Q പ്രസ് ചെയ്തു. അതിനുശേഷം WERTYUIOP ടൈപ്പ് ചെയ്തു. ഇപ്പോൾ 8 ആൽഫബറ്റ് അല്ലെങ്കിൽ 8 ക്യാരക്ടർ എന്തായാലും വന്നിട്ടുണ്ട്. ഇനി ഒരു നമ്പർ നമുക്ക് ആവശ്യമാണ്. ആ ഒരു നമ്പറിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ ബർത്ത് ഡേറ്റ് ആയ 11 കൊടുത്തു. ഈ ഒരു പാസ്വേഡ് ഞാനിപ്പോൾ റീടൈപ്പ് ചെയ്യാണ്. QWERTYUIOP 11. ഇപ്പോൾ എൻ്റെ ഈ പാസ്വേഡിൽ അവർ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ആയിട്ടുണ്ട്.
എൻ്റെ ഈ പറയുന്ന ആപ്പിൾ ഐ ഡിയിലെ പാസ്വേഡും അതേപോലെ യൂസർ ഐ ഡിയും ഞാൻ ഒരിക്കലും മറന്നു പോകരുത്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു പാസ്വേഡും യൂസർ ഐ ഡിയും വേണം. അതോടൊപ്പം ഞാനിവിടെ 8 ക്യാരക്ടേഴ്സ് ഫില്ല് ചെയ്തു, ഒരു അപ്പർ കേസും ഒരു ലോവർ കേസും ഞാൻ ഫില്ല് ചെയ്തു, ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു നമ്പറും ഞാനിവിടെ ഫില്ല് ചെയ്തു. ആ പറഞ്ഞ 4 ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ആ ഒരു പാസ്വേഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഫേസാണ് ഈ പറഞ്ഞ ഫോൺ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൈമറി ഫോൺ നമ്പർ ഈ പറയുന്ന ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഫോൺ കോൾ ആണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഓൾവേസ് പ്രിഫർ ചെയ്യുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. അതാകുമ്പോൾ നമുക്ക് ഫോൺ കോളുകൾ വന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രപ്ഷൻ ചെയ്യുകയോ ആ ഒരു ഫോണിൻ്റെ OTP നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രൈമറി നമ്പർ ഇവിടെ കൊടുക്കുക. ഞാൻ എൻ്റെ പ്രൈമറി നമ്പർ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ആ ഒരു ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം നമ്മളൊരു വെരിഫിക്കേഷൻ കോഡ് ആ ഒരു ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് വെരിഫൈയിങ് എന്ന ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കിവിടെ വരും. നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ സെൻഡ് മൈ മെയിൽ ഞെക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽ അഡ്രസ്സിലേക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും. ഇവിടെ ഡിസഗ്രി എഗ്രി ഉണ്ട്, നമ്മൾ എഗ്രി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സൈനിങ് ഇൻ എന്ന ഓപ്ഷനാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ സൈനിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ആ ഒരു അപ്ഡേഷനാണ്. iOS 17 നമ്മുടെ ഈ ഒരു പുതിയ ആപ്പിൾ ഐ ഡിയുടെ സൈനിങ് ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ടുതാഴെ കൊടുക്കുന്നുണ്ട്. Go follow me on Instagram too. And thank you so much for watching this whole video. This is Vibin Xavier signing from Evica, and have a nice day.